സോ ഇത് പാർട്ട് 3 ആയിരിക്കും വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മദർ തെരേസയുടെ അടുത്തേക്കാണ്. ഭയങ്കര റഷുള്ളൊരു ഏരിയ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ, നമ്മൾ നടന്ന ഏരിയയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ കണ്ടു ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നത്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കണ്ടു, ഭയങ്കര ഒരു ഹിസ്റ്റോറിക് ലുക്കാണ്. ഇതിവിടുത്തെ മ്യൂസിയം ആണെന്ന് തോന്നുന്നു. ഈ സൈഡിൽ കാണുന്ന വൈറ്റ് കളർ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ സ്കെലിറ്റണും പിന്നെ ഏതാണ്ടൊക്കെയാ. കയറണോ? കയറണേ ഉച്ചയ്ക്ക് നമുക്ക് കയറാം. ആ മോളൊക്കെ എല്ലായിടത്തും അതെ കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് മ്യൂസിയത്തിലൂടെ കയറാം. ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ ഓരോ വഴിത്താരകളാണ്. വളരെ കുഞ്ഞു റോഡാണ്. സോ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ കുഞ്ഞ് സ്ഥലങ്ങൾ. ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നു രാവിലെ. ഓക്കെ, നമ്മളങ്ങനെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. സോ ഇതാണ് മദർ തെരേസാസ് ഹൗസ്. നമ്മൾ അതിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കയറാം. ഇതെന്ന് പറയുന്ന ഇവിടുത്തെ ബറാബറ എന്ന് പറയുന്ന ഒരു ബസാറാണ്. ഇവിടെ സാരിയൊക്കെ നന്നായിട്ട് ഹോൾസെയിലിന് കിട്ടും എന്നാണ് പറയുന്നത്. വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അധികം ഇല്ല, പക്ഷെ എന്നാലും സാധനമൊക്കെ നല്ല വില കുറേ കിട്ടുമെന്ന് അറിയുന്നു. നമുക്ക് ചെന്ന് നോക്കാം. ഇവിടെ ഫ്രീ ആയിട്ടൊക്കെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അതെൻ്റെ സൈക്കിൾ റിക്ഷയിൽ പോകുന്നത് സാരിക്കെട്ടുകളോ ഏതാണ്ട് തുണിക്കെട്ടുകളോ ഒക്കെയാണ്. ഇതൊരു സാരിയുടെ കടയാണെന്ന് തോന്നുന്നു. ഹോൾസെയിൽ ഉള്ളോ എന്ന് നോക്കണം. ഇത് കണ്ടോ, ഇതൊക്കെ സാരിയുടെ കെട്ടുകളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്, കാരണം അവിടെ ഭയങ്കര റഷാണ്. പിന്നെ അത്ര ലാഭമൊന്നുമില്ല. ഈ കാണുന്നത് ഹൗറ ബ്രിഡ്ജാണോ? ആ, ഹൗറ ബ്രിഡ്ജ്. ഓ, ഞങ്ങൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തൂടാണ് പോകുന്നത്. കേട്ടോ, ഇങ്ങോട്ടൊന്നും കാണത്തില്ല, അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് വഴി നമുക്ക് പോകാം. നമ്മളിവിടുത്തെ ഒരു നെയ്ത്ത് അസോസിയേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു 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 വൈബ് അല്ലേ? കണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നു. ഓ, ദാണ്ട് കണ്ടോ ഹൗറ ബ്രിഡ്ജ്. ഇതൊക്കെ ഒരു നല്ലൊരു നമ്മൾക്ക് സ്വപ്നം കാണത്തില്ലേ, അതായത് ഇവിടെ വരുമോ ഇല്ലയോ, നമുക്കങ്ങനെ അറിയില്ലല്ലോ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം. ഞാനിവിടെ കണ്ട സൈക്കിൾ റിക്ഷ ഉണ്ട്. തേങ്ങ വെള്ളത്തിന് ഇവിടെ 60 രൂപയാണ്. അതിൻ്റെ കൂടെ അതിനകത്തുനിന്ന് സാധനമൊക്കെ തരും. കണ്ടോ, അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, വളരെ കുഞ്ഞതാണ്. കുഞ്ഞു കുഞ്ഞു ജനൽ. ആ, ഇതെന്തോ ഇവിടെ, ഇതെന്തോ ഒന്ന് പെയിന്റ് അടിക്കുവാണ്. എന്തോ ആണ് എന്താ? ഓ, പൈസ ഉണ്ടാക്കുന്നിടം. ഓ, ഇത് കോയിനൊക്കെ അല്ലേ? കോയിൻ. ഓ, മിന്റി എന്ന പൈസ. ഓ, അതെ, നമ്മളിപ്പോൾ കണ്ടത് പൈസയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. മിന്തി എത്തില്ലേ കോയിനൊക്കെ അവിടെ കണ്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, ഭയങ്കര ഒരു ഓൾഡ് ലുക്കാണ്. ഇങ്ങനെ വളരെ ചുരുങ്ങിയതും ആയിട്ടുള്ള സ്ഥലമാണ്. നടക്കാനൊന്നും വലിയ സ്പേസ് ഒന്നുമില്ല.
പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒരു രാവിലത്തെ ഒരു വൈബാണ്, ഒരു 11 മണി 11:30യുടെ വൈബ്. കാരണം സാധനമൊക്കെ ലോഡ് ചെയ്യുന്നു. കണ്ട ഉള്ളി വെച്ചേക്കുന്നുണ്ടോ, എന്തോരം ഉള്ളിയാ. പക്ഷെ ഒന്നിനും വിലയൊന്നും കുറവുണ്ടോന്ന് തോന്നുന്നില്ല. എന്നാണ് ഉന്തുവണ്ടി അവിടെ തന്നെ. ഓ കണ്ടോ, ഇവിടെ ഉന്തുവണ്ടിയുണ്ട്. കണ്ടോ സാധനമൊക്കെ കെട്ടി വെച്ചേക്കുന്ന പുള്ളി ഉന്താണ്. എൻ്റെ അമ്മോ, ഇങ്ങനെ ഉന്തുവല്ലേ. കണ്ടോ ഇവിടെ ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ. ഇവിടെ ഒരു മാർക്കറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം കുറേ സാധനങ്ങൾ ലോഡ് ചെയ്തിട്ട് അവരെങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നു. നല്ല വെയിലുണ്ട്. ഏകദേശം ഒരു 37-35 ഡൽഹിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഭേദമാണ്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ എടുക്കാം. ഇവിടെ വെളിയിലൊക്കെ നിന്ന് ആൾക്കാർ ഷേവ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ ഷേവ് ചെയ്യുന്ന, തലമുടി വെട്ടും. കണ്ടോ അയാളുടെ ഷേവ് ചെയ്യുക അവിടെ ഇരുന്ന്. അങ്ങനെ പല പരിപാടികളും റോഡ് സൈഡിൽ ഇരുന്ന് ഷേവ് ചെയ്യുകയാണ്. നമ്മളപ്പോൾ വീണ്ടും ഒരു മാർക്കറ്റിലേക്ക് വന്നു. ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അതെ, ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയാണ് എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഈ മരം നിൽക്കുന്ന ആ വീടല്ല, അതിന് റൂട്ട് ടച്ച് ചെയ്തിട്ടുണ്ടോ. സോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഈ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്ത് വന്നപ്പം അതിൻ്റെ അപ്പുറത്തൊരു മൈതാനുണ്ട്. ആ മൈതാൻ്റെ അവിടെ ആണെങ്കിൽ ഞങ്ങൾ വന്ന് നോക്കിയപ്പം ഹോഴ്സ് റൈഡ് ഉണ്ട്. ഹോഴ്സ് റൈഡ് നമുക്ക് അങ്ങോട്ട് പോകാമോ എന്നറിയില്ല, ബട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവിടെ എല്ലാം ഒത്തിരി ഹോഴ്സ് ഇരിപ്പുണ്ട്. എനിക്ക് ഹോഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓ വാ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഹോഴ്സിനെയും കുട്ടിയേയും കണ്ടോ, ഹോഴ്സ് ആൻഡ് കുട്ടി. താങ്ക് യു ജീസസ്. എൻ്റെ ഫേവറേറ്റ് ആനിമലാണ് ഹോഴ്സ്. ഞാനുണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഹോഴ്സ് പല കളറിൽ, ബ്രൗണ് ബ്ലാക്ക് എല്ലാം ഉണ്ട്. ഇവരിൻ്റെ വട്ടത്തിൽ ഓടിക്കുമായിരിക്കും, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഓ ദാണ്ട് ബ്രൗൺ ഹോഴ്സ് അവിടെ നിൽപ്പുണ്ട്. ഇവിടെ നല്ല കുട്ടി ഹോഴ്സ് നിൽക്കുന്നു. നമ്മൾ ഹോഴ്സ് റൈഡിന് കയറി. ഇവിടെ കണ്ടോ നല്ലൊരു സുന്ദരിയായ ഹോഴ്സ്. നല്ല രസമുള്ളൊരു ഹോഴ്സായിരിക്കുന്നു. ഇവിടെ ഹോഴ്സ് റൈഡിന് ഒരു വട്ടം, അതായത് വലിയൊരു വട്ടമൊന്നും അല്ല, ഒരു 15 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് 5 മിനിറ്റ്. അതിന് 300 രൂപ. പിന്നെ നമുക്കൊരു ആഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് അമ്മുക്കുട്ടി പറഞ്ഞോണ്ട് ഇപ്പോൾ എല്ലായിടത്തും കുട്ടികളുള്ള സമയമാണ്. അതിനും കുട്ടിയുണ്ടോ. ഓ കണ്ടോ, അതിനും ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഓ ഇവിടെ താണ്ട് വേറൊരാൾ നിൽക്കുന്നു കണ്ടോ, തലക്കെട്ടൊക്കെ കെട്ടി. ഇതാ കണ്ടോ, അവിടെ ഒരു കുട്ടി. ശരിക്കും അതിൻ്റെ അമ്മ പോലെ തന്നെ ഇരിക്കും, വരെയൊക്കെ. അതെ, കണ്ടോ അതിൻ്റെ ഓണറിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണം. ശരിയാ. കണ്ടോ ആ കുതിര കണ്ടോ, ആ ഓണറിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ തലയെ കൈവച്ചല്ല, എൻ്റെ മണ്ടയ്ക്കോട്ട് കൈവച്ച് ഇരിക്കുന്നേ. അയ്യോ, ഇതൊരു സ്നേഹമാണ് നോക്കിക്കേ. അതെ, ആ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ അവിടെ ഇന്ന കുട്ടിയുണ്ട്, അവിടെ തന്നെ ഓടിയുണ്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. ഇത് ആ കാണുന്നതാണ് വിക്ടോറിയ മെമ്മോറിയൽ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഒരു സിഗ്നൽ കണ്ട് കഴിഞ്ഞു. ഇരിക്കുന്നത് വിക്ടോറിയ മെമ്മോറിയലിലാണ്. സോ അങ്ങനെ ഞങ്ങൾ വിക്ടോറിയ മെമ്മോറിയലിനകത്ത് കയറി. ഇവിടെ കയറാനുള്ള ചാർജ് 50 റുപ്പീസാണ്. കണ്ടു എന്ത് രസമാണ് ആ ബിൽഡിങ് നോക്കിക്കേ. വാവ്, സൂപ്പർ.
അടിപൊളിയായിരിക്കുന്നു. ഇതുണ്ട്, ഈ മരം കണ്ടോ? അതിൻ്റെ ചുറ്റിപ്പറ്റി ഒരു ഗാർഡൻ ഉണ്ട്, വിക്ടോറിയയുടെ ഗാർഡൻ. അപ്പോൾ അതാണ് ഇവിടെ എല്ലാം നല്ല രസമായിട്ടുണ്ട്. അത് ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഇറങ്ങുമ്പോൾ എടുക്കാം. ഇപ്പം നമ്മൾ അകത്തേക്ക് പോവാണ്. എന്ത് നല്ല രസമുണ്ട് അത് കാണാൻ. വാ, അടിപൊളി. നമ്മൾ ഏകദേശം കുറച്ചുകൂടെ അടുത്തെത്തി. കണ്ടോ, അതിൻ്റെ സൈഡിലൊരു വെള്ളത്തിൻ്റെ ഒരു പോണ്ടുണ്ട്, പിന്നെ ഇടയ്ക്കൊരു സ്റ്റാച്ചു ഉണ്ട്. ഏറിയ ഭയങ്കര രസമുണ്ട്, നല്ല വൈബ് തരുന്നുണ്ട് ഇവിടുത്തെ ആ പോയിന്റ്. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കണം. എടുത്തതിന് ശേഷം ബാക്കി പറയാം. ഞങ്ങളിവിടെ 2-3 ഫോട്ടോസ് എടുത്തു. ഇവിടെ കണ്ടോ, നല്ലൊരു ഒരു സ്റ്റാച്ചു കാണാം. ഇത് എനിക്ക് തോന്നുന്നു ക്യൂവിൻ്റെ പടമാണെന്ന് തോന്നുന്നു കേട്ടോ. ക്യൂൻ കൊറോണേഷൻ്റെ സമയത്ത് നടക്കുന്ന ഒരു സ്റ്റാച്ചു പോലുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് മ്യൂസിയമാണ് മെയിനായിട്ട്. അതായത് പണ്ടത്തെ ബ്രിട്ടീഷ് ടൈമിൽ പെയിൻറ്റിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്നാണ് ഞാൻ വായിച്ചത്. ഇത് കണ്ടോ, ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്, ഒരു പോണ്ട് പോലെ. അവൻ്റെ സൈഡിൽ കുറേ ബേർഡ്സും നല്ല നല്ല ബ്യൂട്ടിഫുൾ ട്രീസൊക്കെ ഉണ്ട്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കൊത്തുപണി അല്ലേ, ഇവിടെ ഒരു കൊത്തുപണിയുണ്ട്. ഭയങ്കര റഷില്ല, അത് വെനസ്ഡേ ആയത് എന്നിട്ടും ഒരുമാതിരി റഷുണ്ട്, കുഴപ്പമില്ല. ഗാർഡൻ ഏരിയയിലൊക്കെ വന്നിരിക്കാനാണെങ്കിൽ 30 rupees, അകത്തോട്ടുകൂടെ കയറണമെങ്കിൽ നമുക്ക് 50 rupees. 6 o'clock ആകുമ്പം അടയ്ക്കും. അപ്പോൾ അതിന് മുന്നേ വരുന്നവരൊക്കെ പ്ലാൻ ചെയ്ത് വരണം. എന്ത് രസമോ ഇത് കാണാൻ. വാവ്, ഇതെന്ത് വലുതാന്ന് നോക്കിക്കേ, അടിപൊളി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മൺഡേയിൽ ക്ലോസ്ഡ് ആണ്. മൺഡേയിൽ വരുന്നവർക്ക് ഗാർഡൻ ഏരിയ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ, ക്ലോസ്ഡ് ഓൺ മൺഡേസ്. എൻ്റെ കാക്കൊക്കെ ഏതാണ്ട് കമ്പൊക്കെ എടുത്തുണ്ടോന്ന്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ബിൽഡിങ്. എന്ത് രസമുണ്ട്. താങ്ക് യു ജീസസ്. അത് കണ്ടോ, നമ്മൾ ആദ്യം ഫസ്റ്റ് ഡേയിൽ വ്ളോഗ് കണ്ടവർക്കറിയാം. അത് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ, കൊൽക്കത്ത. ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് വേണോ വേണ്ടായോ എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അവസാനം പിന്നെ അങ്ങ് വരാമെന്ന് വെച്ചതാണ്. ഈ പിള്ളേരാണ്ട് കല്ലൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് എൻട്രി ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തില്ല അകത്തോട്ട്. അതുകൊണ്ട് ഇതാണ് എൻട്രൻസ്. ഇത് കഴിയുമ്പോൾ ഞാൻ ഫോൺ അകത്ത് വെക്കണം. ഓക്കെ, ഇനി തിരിച്ചിറങ്ങി വന്നിട്ട് പറയാം. ഇതാണ് അകത്തോട്ട് കയറുമ്പോഴത്തെ വ്യൂ. നമുക്ക് വീഡിയോ എടുക്കാം, നമ്മൾ ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. കണ്ടോ, അന്നത്തെ രാജാവായിരിക്കണം ഇത്. കണ്ടോ, അത് പണിഞ്ഞുകൊണ്ടിരിങ്ങത്തെ സമയത്തെ ഫോട്ടോസാണ്. ഇതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലെ ഫോട്ടോസാണ്. പിന്നെ ചെറുക അതിൻ്റെ ഒരു മിനി ആർക്കിടെക്ചർ ഉണ്ടാക്കി അവർ. ഇത് ജോർജ് 5 ആണിത്. കണ്ടോ, ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സുണ്ട്. അവിടെ വലിയൊരു പെയിൻറ്റിംഗ് ഒക്കെ കാണാം. തോക്ക്, അതിൻ്റെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്ക്. ഇങ്ങോട്ടുള്ള വ്യൂ കാണിക്കാം. ഇതാണ് അതിൻ്റെ അകത്തെ വ്യൂ. ഇതിൻ്റെ ആർക്കിടെക്ചർ നല്ല രസമുണ്ട് അല്ലേ. സൗണ്ട് വലുതായിട്ട് എക്കോ അടിക്കാത്ത പോലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനമായിരിക്കണം. കണ്ടോ, ഇതിൻ്റെ മോഡലാണിത്. ഒരാൾ കണ്ടോ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ മോഡൽ ബൈ W. എമേഴ്സൺ. ഇതാണ് അപ്പം അതിൻ്റെ മിനിയേച്ചർ ഫോട്ടോ. രാജാവ് ആനയുടെ പുറത്ത് വരുന്നതിൻ്റെ ഫോട്ടോ ആണ്. കണ്ടോ, എന്തോരം വലിയ പൊസഷനായിട്ടാണ് അവർ ആ രാജാവിനെ കൊണ്ടുവന്നതെന്ന് നോക്കണം. കണ്ടോ, പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറേ പെയിൻറ്റിങ്സ് ആണ്.
പിന്നുള്ളത് ഇതും ഒരു പെയിൻറ്റിംഗ് ആണ്. എനിക്കൊന്ന് ആ സമയത്ത് വലിയ രാജകീയമായിട്ടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിയാനോ സെറ്റ് കണ്ടോ. അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയൊരു പിയാനോ സെറ്റാണിത്. അവിടെയൊക്കെ കുറേ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ബോട്ടിൻ്റെ മോഡലാണ്. മോഡൽ ഓഫ് ഈസ്റ്റ് ഇന്ത്യാമാൻ അലംഗഡ് മെർച്ചൻ്റ് ഷിപ്പ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 19th സെഞ്ച്വറിയിലുണ്ടായിരുന്ന ഒരു ഷിപ്പാണ്. അതിൻ്റെ മോഡലാണിത്. സോ അവിടെ കാണുന്നതാണ് ക്യൂൻ. കണ്ടോ, അവിടെ നിൽക്കുന്ന നല്ല ക്യൂൻ, നല്ല രസമുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മെഡൽസ്, അവർക്ക് കിട്ടിയ മെഡൽസ് ആണ് ഇതൊക്കെ. കണ്ടോ, ഇതുണ്ടോ പണ്ടത്തെ കീ, കണ്ടോ, ഇതാണ് പണ്ടത്തെ കീ. ഇതൊക്കെ കോയിൻസ് ആകുമ്പോൾ അല്ലേ. ഇത് പ്ലേയിങ് കാർഡ്സ് ആണ്, പ്ലേയിങ് കാർഡ്സ്. അവർ കളിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ വെച്ചിട്ടാണ്. ആദ്യത്തെ സെക്ഷനിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. കണ്ടോ, അതിൻ്റെ മേൽഭാഗത്തോട്ട് 2 നിലയാണ്. അതിൻ്റെ മേളിലോട്ട് ജസ്റ്റ് കുറേ സ്ട്രക്ചർ മാത്രം. അതിൻ്റെ സൈഡിലൊക്കെ പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ക്യൂവിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. സോ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ക്യൂവിൻ. കണ്ടോ, ക്യൂവിനെ കാണാൻ എന്ത് രസമുണ്ടല്ലേ, അടിപൊളിയായിരിക്കുന്നു. പിന്നെ കണ്ടോ, പ്രാവിൻ്റെ സ്റ്റാച്ചു അല്ല, അത് ഒറിജിനൽ പ്രാവാണ്. ഉറുദുവിലാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. ഇന്ന് മേൽഭാഗമൊക്കെ കണ്ടോ, മേൽഭാഗത്ത് അങ്ങനെയാണ് വരുന്നത്. എല്ലാവരും ക്യൂവിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സാധനങ്ങൾ. ഇനി നമ്മളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഇതിനകത്ത്. ഓക്കെ, ഇനി ഈ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ പണ്ട് യൂസ് ചെയ്ത വെപ്പൺസ് ആണ്. വാള്, പിന്നെ കുത്തുന്ന സാധനം, തോക്കിനകത്തില്ല കേട്ടോ, വാളൊക്കെയാണുള്ളത്. സ്വോർഡുണ്ട്. പിന്നെ ഈ കുത്തുന്നതിന് എന്താ പറയുന്നത്, എന്തോ ലാൻസ് എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്, ലാൻസ്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസാരയായിരിക്കണം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഐവറി ചെയർ ആൻഡ് ടീ ഹോ ഫ്രം ദ ഫേമസ് സ്യൂട്ട് ഓഫ് വാരൻ ഹാസ്റ്റിങ്സ് ഫർണിച്ചർ. ഇത് വാരൻ ഹാസ്റ്റിങ്, അതായത് ഇവിടുത്തെ ഗവർണർ ജനറൽ ആയിരുന്നു, ആ പുള്ളിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസാരയാണിത്. ഇതും അതിൻ്റെ വേറൊരു ഏരിയയാണ്. വാളും പരിചയും കത്തിയും അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് അവിടെ എല്ലാം വെപ്പൺസ് ആണ്. അറ്റാക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന വെപ്പൺസ്. ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഇതാണ് ക്യൂവിനാണ് ഇവിടുത്തെ ഫേമസ്, ഈ റൂമിലെ ഫേമസ്. ആണോ, ഇത് വിക്ടോറിയ 1837 തൊട്ട് 1901 വരെ. വിക്ടോറിയ നല്ല സുന്ദരിയായിരിക്കുന്നു. ഐ മീൻ ഷീ ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ഫീച്ചേഴ്സൊക്കെ നല്ല രസമാണ്. ഹോളിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ കുറച്ചൊരു ഡാർക്കാണ്. അതായത് പെയിൻറ്റിങ് ഡാർക്ക് ആയതാണോ ഇനിയും പണിയുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ജോർജ് 5 ആണ്, കിങ് ജോർജ് 5 ആണ്. ഇവരൊക്കെ ഒരു സ്റ്റൈലുണ്ടോ അല്ലേ, വെരി സ്റ്റൈലിഷ്. പക്ഷെ അവർക്കൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് നിന്നാൽ മതി. അല്ലല്ല, ഇത് ജോർജ് 5 അല്ല, ഇത് റോബർട്ട് ക്ലൈവ്. ഇത് റോബർട്ട് ക്ലൈവ് ആണ്. പുള്ളിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ കൊണ്ടുവരാനുള്ള മെയിൻ ആൾ. അടുത്തത് ഇവിടുത്തെ സ്വോർഡ്സ് ആണ്. സ്വോർഡ്, പിന്നെ നൈഫ്, അങ്ങനത്തെ കുറച്ച് വെപ്പൺസ് ആണ്. പിന്നെ ഇത് ഷീൽഡാണ്. കണ്ടോ, ഷീൽഡാണ്. ഇവിടെയും അങ്ങനത്തെ കുറേ വെപ്പൺസൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഗണ്ണാണ്. നല്ല വലിയ വലിയ ഗൺസൊക്കെയാണെന്ന് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പണ്ട് വെടിവെക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിനകത്തൂടെ ഉണ്ട കയറ്റി
പീരങ്കി 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 പീരങ്കി. ഓക്കെ, ഇതാണെങ്കിൽ തോക്കുകളാണ്, ഗൺസ്. ഇത് കണ്ടോ, വേൾഡ് വാർ 1 യൂസ് ചെയ്ത തോക്കാണിത്. പിന്നെ ആ സമയത്ത് ഇതൊക്കെ ഉണ്ട് കണ്ടോ, ഭയങ്കര വലുതാണ്. അതെ, ഭയങ്കര വെയിറ്റ് ആയിരുന്നായിരിക്കും ആ സമയത്ത് അവർക്കത് ക്യാരി ചെയ്യാൻ. പിന്നെ ഇത് എന്ന് പറയുന്നത് ടെലിഗ്രാഫ്, ഫസ്റ്റ് ടെലിഗ്രാഫ് കണ്ടോ, ടെലിഗ്രാഫ് ഇങ്ങനെ ആയിരുന്നു. പിന്നെ പല ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണത്? അത് ടേബിളിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. ഗാൽവനോസ്കോപ്പ് ഓൺ ടേബിൾ, പിന്നെ റിവേഴ്സർ, അങ്ങനെ പല മോഡൽസ് ഉള്ള ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഈ ഏരിയയിലേക്കാണ്. ഓക്കെ, ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിലും വെപ്പൺസ് ആണ് കാണാൻ പറ്റുന്നത്. പല ടൈപ്പിലുള്ള സ്വോർഡ് നമുക്ക് കാണാം. ഇവിടെയും സ്വോർഡും ഗണ്ണും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇത് കണ്ടോ, ഗൺ കണ്ടോ, ഇത് വേൾഡ് വാറിൽ യൂസ് ചെയ്ത അയൺ ഗണ്ണാണ്, റൈഫിൾ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണിത്? ഓ, ഇത് ഈ ടെലസ്കോപ്പ് പോലെ അല്ല, മറ്റേ ഇത് തിയോഡോ ലൈറ്റ് ആണ്, അതതിൻ്റെ വേറൊരു ഫോമാണിത്. ഇവിടെ പിന്നെ നമുക്ക് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ കാണാം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ഒരാളുടെ പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന പേപ്പേഴ്സ്. പിന്നെ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ റിഫോമേഴ്സ്, അംബേദ്കർ ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നെഹ്റു, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ്, നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്, പിന്നെ അബ്ദുൽ കലാം ആസാദ്, അങ്ങനെ കുറേ പേരുണ്ട്. ഈ സൈഡിലും പെയിൻറ്റിങ്സ് ആണ്. അതെ, മഹാത്മാഗാന്ധി ഉണ്ട്, ഗോപാൽ കൃഷ്ണ ഗോഖലെ ഉണ്ട്. ആ ഭാഗത്ത് അത്രേ ഉള്ളൂ. പെയിൻറ്റിങ്സ് ആണ് മെയിനായിട്ട്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ഇവിടെയും അതുപോലെ പെയിൻറ്റിങ്സ് ആണ്. തിലക്കിൻ്റെ പെയിൻറ്റിങ്, സ്വാമി വിവേകാനന്ദ, ഇത് രവീന്ദ്രനാഥ് ടാഗോർ, ഇത് മദൻ മോഹൻ മാലവിയ, പിന്നെ ഇത് ബാൽ ഗംഗാധർ തിലക്, രാഷ്ബരി ഘോഷ്, ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ, പിന്നെ അത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇവരൊക്കെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഫേമസ് റിഫോമേഴ്സ് ആണ്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന വലിയ വലിയ ആൾക്കാരുടെ പെയിൻറ്റിങ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അപ്പം ഓവറോൾ പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് വെപ്പൺസും പെയിൻറ്റിങ്സും പിന്നെ കിങ് ആൻഡ് ക്യൂവിൻ്റെ ഒക്കെ മോഡൽസും സ്റ്റാച്യൂസും പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മാർബിളുള്ള സ്റ്റാച്യൂസും പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡലും അതിൻ്റെ പണിയേൻ്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നല്ല റഷുണ്ട് ഇതിനകത്ത്, നല്ല തണുപ്പാണ്. ഇതിനകത്ത് എ സി ഒന്നുമില്ല, കുറച്ച് ഫാൻ കുറച്ച് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വെച്ചാൽ നല്ല തണുപ്പുണ്ട്. കാരണം അത് മാർബിൾ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന ഏരിയ ആണ്. കണ്ടോ, ആ ഡോറിൻ്റെ അവിടെ കൊടുത്തേക്കുന്ന ഡിസൈനൊക്കെ കണ്ടോ. പിന്നെ അവിടെ നിന്നും അവർക്ക് നോക്കാം. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന ബാറ്റിൽ ഫീൽഡിൻ്റെ മോഡലാണിത്. അവിടെ കണ്ടോ കുറേ വെപ്പൺസ് ഒക്കെ ഉണ്ട്. ഷീൽഡ്, സ്വോർഡ്, നൈഫ്, പിന്നെ മീസ്, പല ടൈപ്പ് വെപ്പൺസ്, അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ടൈപ്പ് വെപ്പൺസ് ആണ്.
ഇനി അടുത്ത റൂമിലേക്ക് ഇതൊക്കെ കണ്ടോ? ആ ആർക്കിടെക്ട് കണ്ടോ ഇതിൻ്റെ ആ ഒരു മോഡലിംഗ് കണ്ടോ, ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ അവർ കൊടുത്തേക്കുന്ന ഡെക്കറേഷൻസ്. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് വേറൊരു ഏരിയയിലേക്കാണ്. ഇവിടെ കൂടുതലായിട്ടും പെയിൻറ്റിങ്സ് ആണുള്ളത്. വളരെ കുഞ്ഞൊരു ഏരിയ ആണ്, അതിനകത്ത് മുഴുവൻ പെയിൻറ്റിങ്സ് ആണുള്ളത്. പിന്നെ മേളിലെ ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ നല്ല ഒരു യുണീക്ക് ഫീച്ചേഴ്സാണ് ഉള്ളത്. ഓവൽ ഷേപ്പാണ് അതിൻ്റെ മേൽഭാഗം വന്നിരിക്കുന്നത്. പിന്നെ താഴോട്ടൊക്കെയും നല്ലതായിട്ട് അവർ പണിയിട്ടുണ്ട്. ആ സമയത്ത് പണിയതാണ് എന്ന് വേണം നമ്മൾ ഓർക്കാൻ. പിന്നെ അവിടെ ഒരു ബാൽക്കണി പോലെ എത്തി നോക്കാനൊക്കെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. രാജാവിനും രാജകുമാരിക്കും, അല്ല രാജകുമാരിയല്ല, ക്യൂവിനൊക്കെ അവിടെ നോക്കാം. ബ്രിട്ടീഷുകാർ ഇവിടെ ഒത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടാണ് കൊൽക്കത്തയിൽ നിന്ന് പോയേക്കുന്നത്. ഐ മീൻ കൊൽക്കത്തയിൽ വരുവാണെങ്കിൽ നമ്മൾക്ക് മെജോറിറ്റി ഓഫ് ദി ഐറ്റംസും ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് വെരി വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിറ്റിലേക്ക് വന്നു. എക്സിറ്റിൻ്റെ വ്യൂ ഇതാണ്. എന്ത് രസമുണ്ടെന്ന് നോക്കിക്കോ. ഒരു സ്റ്റാച്യൂവും പിന്നെ ഒരു ഹോഴ്സും ഒക്കെ ഉണ്ട്, പിന്നെ പീരങ്കിയുണ്ട്. നമ്മളിതിലെ ഇറങ്ങി ഗാർഡനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഗാർഡൻ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ ഒരു മരത്തിൽ ഒരു ഫ്രൂട്ട് കണ്ടു. അതെന്താണെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഓ, ഇതെന്തത് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇനി അടുത്ത് വന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ദിസ്? ഇവിടെ എഴുതിയും വെച്ചിട്ടില്ലല്ലോ. ഇതെന്തത്? ഇതെന്താ, പുളിയോ? ഒരു ഐഡിയ ഇല്ല കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. ഓ, ലുക്ക് അറ്റ് ദാറ്റ്. ഇറ്റ്സ് സോ മാഗ്നിഫിസൻറ്റ്, സോ ബ്യൂട്ടിഫുൾ, ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഫോർ whoever is coming here. It is a must visit place. കാരണം അവിടെ ഉള്ളവരൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നു.